ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കയ്പില്ലാത്ത വറുത്തരച്ച കയ്പയ്ക്ക കറി തയ്യാറാക്കാം. ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് മറ്റൊന്നും വേണ്ട. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് അരമുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ദാ നല്ലതുപോലെ നിറം മാറി വന്നിട്ടുണ്ട്. ഇത് ജാറിലേക്കിട്ട് അരച്ച ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു കയ്പ കനം കുറച്ച് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് വറുത്തെടുക്കാം. കയ്പയുടെ കയ്പ് കുറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തെടുത്ത കയ്പ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റിയെടുത്ത് അതിലേക്ക് 2 തക്കാളി ചേർത്ത് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കയ്പ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച നാളികേരം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും ചേർത്ത് തിളച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ കടുക്, 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് വറുത്തിട്ട ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കയ്പയ്ക്ക കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.